ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. റമദാനൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും സമൂസേൻ്റെ ഷീറ്റ് കുറച്ച് ബാക്കി ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് അങ്ങോട്ട് തയ്യാറാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഫുള്ള് വരെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ റമദാൻ കഴിയുമ്പോഴത്തേക്ക് സമോസ ഷീറ്റ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഞാൻ പുതിയൊരു സമോസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പേസ്റ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സവാള വഴന്നതിന് ശേഷം തക്കാളിയൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് നല്ലതുപോലെ നമുക്ക് വഴന്ന് കിട്ടണം. ആ തക്കാളീൻ്റെ ജ്യൂസൊക്കെ സവാളയിൽ ഇറങ്ങി നല്ലതുപോലെ വഴന്ന് കിട്ടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റുന്നത് എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയും ഏതാണെങ്കിൽ തന്നെ നല്ലപോലെ വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പും ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ല കുക്കായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ഡയറക്റ്റായിട്ട് ഈ സവാളയും തക്കാളിയുടെയും മിക്സിലേക്ക് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ കുക്കായിട്ട് എടുക്കണം. അപ്പോൾ ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല കുക്കായി തുടങ്ങിയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾക്കായിട്ട് നമ്മുടെ ഗരം മസാല പൊടിച്ചതും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ല ബീഫിനകത്തൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നും കൂടെ ഓർക്കുക. അതിനുശേഷം ഇനി നമ്മുടെ മസാലയുടെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ സമോസ ഷീറ്റിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് നമ്മൾ നല്ല ചൂടായ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുക്കാവണം. അപ്പം ഞാനിപ്പം ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഷീറ്റ് ഒരുമിച്ചായിട്ടും എടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ആ പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ ഈ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സമോസ ഷീറ്റ് ബേസ് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കംപ്ലീറ്റ് സെറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബേസ് നല്ല സമോസ ഷീറ്റൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ നമ്മുടെ മസാല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പം ഈ നമ്മൾ സെറ്റ് ചെയ്ത ബേസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നല്ല എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സമോസ ഷീറ്റ് വെച്ച് മസാല ഇട്ട് പിന്നെ സമോസ ഷീറ്റ് വെച്ച് മസാല ഇട്ട് ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ഒരു ബേസ് കൊടുത്ത് പിന്നെ മസാല ഇട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മസാല ഫില്ലായി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കുക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സമോസ ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് മസാലയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ ഒന്ന് നമുക്ക് കവർ ചെയ്തിട്ട് എടുക്കാം.
അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് നല്ല ബീറ്റ് ചെയ്ത ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒട്ടിച്ച് വെച്ച സമോസേൻ്റെ ഷീറ്റ് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ കേട്ടോ. പിന്നെ ഡെക്കറേഷനായിട്ട് കുറച്ച് എള്ളും കൂടെ മുകളിൽ വിതറുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് റിങ് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുക 5 മിനിറ്റ്. ശേഷം നമ്മുടെ ബേക്ക് ടീൻ ഇറക്കി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് കറക്റ്റായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചൂടാറിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ബീഫും അതുപോലെ തന്നെ സമോസേൻ്റെ ഷീറ്റും കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മൾ ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബാലൻസ് വന്ന സമോസ ഷീറ്റൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അകത്ത് ആ ബീഫിൻ്റെ ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ കടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാനിപ്പോൾ ഈ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എരിവും ആ ബീഫിൻ്റെ ടേസ്റ്റും സമോസ ഷീറ്റും കൂടെ ഒക്കെ ആയപ്പം നല്ല അടിപൊളി ഒരു റിച്ച് സ്നാക്സ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.